വീണ്ടും വടക്കൻ കേരളത്തിലേക്ക് പോകാമെന്ന് തോന്നുന്നു. കണ്ണൂർ ജില്ലയിൽ ഒക്കെ പോകാം. ഇത് ഇരിക്കൂർ മണ്ഡലം സ്ഥിരമായിട്ട് കോൺഗ്രസ് ജയിച്ചുകൊണ്ടിരിക്കുന്ന മണ്ഡലം. എന്റെ മണ്ഡലമാണ്. ഇരിക്കൂർ മണ്ഡലത്തിലേക്കാണ് ഇനി പോകുന്നത്. ഇരിക്കൂർ മണ്ഡലത്തിൽ സജീവ് ജോസഫ് സിറ്റിംഗ് MLA. എത്ര മാർക്ക്? 72.63. ഗുഡ് പെർഫോമൻസ്. നാട്ടുകാരുടെ അഭിപ്രായമാണോ ഇത്? അതെ. കഴിഞ്ഞ തവണത്തെ രാഷ്ട്രീയ സാഹചര്യം, അവിടുത്തെ സ്ഥാനാർത്ഥിത്വത്തെ ചൊല്ലി ചെറിയ തോതിലൊക്കെ അസ്വാരസ്യങ്ങൾ ഉണ്ടായിട്ടും വളരെ കംഫർട്ടബിൾ ആയിട്ട് സജീവ് ജോസഫ് ജയിച്ച മണ്ഡലമാണ്. എത്രയോ നാളായിട്ട് ഒരു മാറി പുതിയൊരു MLA വരികയായിരുന്നു. 1982 മുതൽ 2021 വരെ KC ജോസഫ് ആയിരുന്നു ഇരിക്കൂറിന്റെ MLA. അതിനുശേഷം 2021 സജീവ് ജോസഫ് ഇരിക്കൂറിന്റെ MLA ആയി വരുന്നത്. 72.63. വളരെ ഗംഭീരമായ പ്രകടനം, വളരെ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നുണ്ട്. ആ മണ്ഡലത്തിന്റെ സ്വഭാവം ഒരു UDF അനുകൂല മണ്ഡലമാണ് ഇരിക്കൂർ. പറഞ്ഞുകൊണ്ട് KC ജോസഫ് മത്സരിക്കുന്നു, ശേഷം സജീവ് ജോസഫ് വരുന്നു. കംഫർട്ട് കേരളത്തിലെ എനിക്ക് ഒന്ന് എണ്ണം പറഞ്ഞ സീറ്റുകൾ UDFന്റെ എണ്ണം പറഞ്ഞ സീറ്റ് 1, 2 നമ്മൾ നമ്പർ ഇട്ട് കഴിഞ്ഞാൽ തൃക്കാക്കര, ഇരിക്കൂർ ആ ഒരു ഓർഡറിലായിരിക്കും പോവാ. കേരളത്തിൽ തന്നെ കോൺഗ്രസിന്റെ ആദ്യത്തെ സീറ്റുകൾ എന്ന് പറയാം. ഇരിക്കൂറാണ്. ഇരിക്കൂറുകാരെ കുറിച്ച് പുറത്തുള്ളവർ കളിയാക്കുന്നത് കപ്പ നടാനും കൈപ്പത്തേക്ക് വോട്ട് ചെയ്യാനും മാത്രം അറിയാവുന്ന നമ്മുടെ വെള്ളിമുങ്ങ സിനിമയിൽ പറഞ്ഞ മണ്ഡലം ഉണ്ടല്ലോ, ഇരിക്കൂർ മണ്ഡലം. അതിനകത്ത് കോൺഗ്രസിൽ സ്ഥിരമായി ജയിക്കുകയും അതിനകത്ത് പ്രതിപാദിക്കുന്ന മണ്ഡലം ഇരിക്കൂരാണ്. സജീവ് ജോസഫിന്റെ റാങ്ക് 27 നോക്കൂ. 140-ൽ 27ാമത് റാങ്ക് ആണ്. 140 MLA-മാരിൽ 27ാമത്തെ റാങ്ക് നേടിയിരിക്കുന്നു. 27ാമത്തെ റാങ്ക് കേരള കോൺഗ്രസ് ആണ് മത്സരിക്കുന്നത്. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗമാണ് മാണി വിഭാഗമാണ് മത്സരിക്കുന്നത്. കഴിഞ്ഞ തവണ സജി കുറ്റ്യാന മറ്റമായിരുന്നു, ഇത്തവണ ആരാണ് എന്നറിയില്ല. നമുക്ക് ഇനിയിപ്പോ അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യം എന്തെന്ന് നോക്കുക എന്നുള്ളത് വലിയ കൗതുകമുള്ള കാര്യമല്ല. എന്നാലും നോക്കാം എന്താണ് ഇരിക്കൂറിന് പറയാനുള്ളത്. ഇരിക്കൂറിൽ എന്ത് സംഭവിക്കുന്നു? 51.98, 35.65, 12.37, 16.33% അഡ്വാൻറ്റേജ് ആണ് ഇപ്പോ ഇരിക്കൂർ മണ്ഡലത്തിൽ UDF-നുള്ളത്. ഏതാണ്ട് കോവളത്തിന് സമാനമായ രീതിയിൽ കോവളത്ത് 17% ലീഡായിരുന്നെങ്കിൽ ഇവിടെ 16% ലീഡ് സജീവ് ജോസഫിന് UDF-ന് ഇരിക്കൂർ മണ്ഡലത്തിലുണ്ട്. 51.98, പകുതിയിലധികം വോട്ടുകൾ, വളരെ കംഫർട്ടബിൾ ആയി ഈസി ആയിട്ട് UDF ജയിക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നായി ഇരിക്കൂർ മാറും. കണ്ണൂർ ജില്ലയിലെ കോൺഗ്രസിന്റെ UDF-ന്റെ ഒന്നാമത്തെ മണ്ഡലം, കേരളത്തിലെ തന്നെ UDF-ന്റെ ആദ്യത്തെ മണ്ഡലങ്ങളിൽ ഒന്ന്. യാതൊരു സംശയവുമില്ല, നിസ്സംശയം ഇരിക്കൂർ UDF. ഇരിക്കൂർ തോൽക്കുന്ന ഒരു ട്രെൻഡ് UDF-ലുണ്ടെങ്കിൽ പിന്നെ 135-130 സീറ്റിലേക്ക് LDF ജയിക്കുന്ന ട്രെൻഡ് ഉണ്ടാവും സംസ്ഥാനത്ത്.